നമസ്തേ, ഗീതാസബരിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസബരിയയിൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 17-18 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശോകമോഹങ്ങൾ കൊണ്ട് തളർന്ന് കർമ്മവിമുഖനായി തേർത്തട്ടിലിരിക്കുന്ന അർജുനനെ വീണ്ടും കർമ്മത്തിന് തയ്യാറാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ശ്രീ ഭഗവാനുള്ളത്. അതിനുവേണ്ടി ഈ ഡിപ്രസ്ഡായ മനസ്സിൽ നിന്ന് വീണ്ടും കർമ്മോന്മുഖനാകുന്ന അവസ്ഥയിലേക്ക് ഒരാൾ മാറണമെങ്കിൽ അയാൾ കർമ്മയോഗത്തിന് തയ്യാറാവണം. അങ്ങനെ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശാന്തമായ മനസ്സുകൊണ്ട് അയാൾക്ക് ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ, ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ക്ഷേത്രജ്ഞനെ അറിയാൻ സാധിക്കുന്നു. ഈ ക്ഷേത്രജ്ഞനെ അറിയുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ വ്യക്തി ആത്മാവിനെ അറിയുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. ശരീരമനസ്സുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്. ഈ അനിത്യമായ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടുകൂടിയ നിത്യനായ ആത്മചൈതന്യത്തെ അറിയുന്നതിലൂടെ ഒരാൾ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ശരീരമനസ്സുകൾക്കാണ് ദുഃഖം ഉണ്ടാവുന്നത്. ഈ ശരീരമനസ്സുകളിൽ നിന്ന് ദുഃഖകാരണമായ ശരീരമനസ്സുകളിൽ നിന്ന് ഒരൽപ്പം ഈ ഞാൻ ആത്മചൈതന്യമാണെന്നുള്ള അറിവിലൂടെ അയാൾ ഒരൽപ്പം മാറി നിൽക്കുന്നതിലൂടെ, ശരീരമനസ്സുകളുടെ സാക്ഷിയായി മാറി നിൽക്കുന്നതിലൂടെ ആണ് ഈ മോക്ഷം അഥവാ ഈ ആത്യന്തിക ദുഃഖ നിവൃത്തി ഒരാളിൽ ഉണ്ടാകുന്നത്. ഇതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. ഇതിനായി കർമ്മയോഗത്തെ പ്രശംസിക്കുകയാണ് ശ്രീ ഭഗവാൻ ചെയ്തത്. സാധാരണ മനുഷ്യൻ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ, അതായത് കർമ്മഫലമെന്ന് പറയുന്നത്, ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഈ കർമ്മം ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. അതിൻ്റെ ഫലമായി ഈ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരാൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കർമ്മത്തെക്കുറിച്ച് മാത്രം വേവലാതിപ്പെട്ടാൽ മതി. എനിക്ക് ഈ കർമ്മം ചെയ്യാൻ കഴിയുമോ, എനിക്ക് ഈ കർമ്മം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഇവിടെ. വളരെ വളരെ സിമ്പിളാണ്, അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ വളരെ ഈസിയുമാണ്. ആ തുടക്കത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഒരു ശീലമായി കഴിഞ്ഞാൽ, അതായത് ഫലാഭിസന്ധിയില്ലാതെ കർമ്മം ചെയ്യുന്നത് ഒരു ശീലമായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഈ കർമ്മയോഗ അനുഷ്ഠാനത്തിൻ്റെ ഫലമായി ഒരാൾ ആത്മാവിനെ അനുഭവിക്കുന്നു. ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായി ശരീരമനസ്സുകളെ നോക്കിക്കാണുന്ന സാക്ഷിയായ ഈ ആത്മാവിനെ ഒരാൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്ന 2 ശ്ലോകങ്ങൾ. നേരത്തെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കർമ്മയോഗ അനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആള് കർമ്മയോഗ അനുഷ്ഠാനം ചെയ്യാതിരുന്നാലുള്ള കുഴപ്പം, കർമ്മയോഗ അനുഷ്ഠാനം ചെയ്താലുള്ള ഗുണം, അതായത് അയാളിലുള്ള ആ പാപവാസനകൾ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ ഇല്ലാതെയാകും എന്നെല്ലാം ശ്രീ ഭഗവാൻ പറഞ്ഞു. എന്നാൽ ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഈ ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി, ആ ആള് ആത്മജ്ഞാനിയായിത്തീരുകയാണ്, ആത്മാവിനെ അറിയുകയാണ്. അങ്ങനെ ആത്മാവിനെ, അത് പൂർണ്ണമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ആത്മാവിനെ കുറിച്ചുള്ള ആ അറിവിൻ്റെ ആരംഭദശയിൽ തന്നെ ആ ആള് ഈ ദുഃഖനിവൃത്തി അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇനി ഇവിടെ ഈ 17-18 ശ്ലോകങ്ങളിൽ ശ്രീ ഭഗവാൻ പറയുന്നത്. യസ്ത്വാത്മരതിരേവ സ്യാത്
ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യത്തെ നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. യഹ യാതൊരുവനാണോ തു എന്നാൽ ആത്മരതി ഏവ സ്യാത് ആത്മരതി ആയി തീരുന്നത്. ആത്മരതി എന്നാൽ അയാൾ രമിക്കുന്നത്, അയാൾ സന്തോഷിക്കുന്നത് മറ്റെന്തെങ്കിലും കിട്ടുന്നതിലൂടെയല്ല അയാൾ സന്തോഷിക്കുന്നത്. അയാൾ സന്തോഷിക്കുന്നത് ഈ ആത്മാനുഭവത്തിലൂടെയാണ്. അതാണ് സാധാരണഗതിക്ക് മനുഷ്യൻ സന്തോഷിക്കുന്നത്, മനുഷ്യൻ്റെ താല്പര്യം എന്ന് പറയുന്നത് പല പല നേട്ടങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ആയിരിക്കും. ഒന്നുകിൽ വലിയ പൊസിഷൻ കിട്ടുക, അല്ലെങ്കിൽ ധാരാളം പണം സമ്പാദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളിലായിരിക്കും മനുഷ്യരുടെ താല്പര്യം. എന്നാൽ അതല്ല ഈ വ്യക്തിയുടെ താല്പര്യം. ഈ വ്യക്തിയുടെ താല്പര്യം ആത്മാനുഭവമാണ്. അതാണ് ആത്മരതി. യഹ തു യാതൊരുവനാണോ ആത്മരതി ഏവ സ്യാത് ആത്മരതിയായിത്തീരുന്നത്. ആത്മതൃപ്തശ്ച സാധാരണ മനുഷ്യൻ തൃപ്തിയാകുന്നത് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ഒരാൾ തൃപ്തിയാകുന്നത്. എന്നാൽ ഈ വ്യക്തി തൃപ്തിയാകുന്നത് ആത്മാവിനെ അറിയുന്നതിലൂടെയാണ്. അതാണ് ആത്മതൃപ്തശ്ച ആത്മതൃപ്ത ച. മാനവ യഹ എന്ന് തുടക്കത്തിൽ പറഞ്ഞു, യാതൊരുവനാണോ മാനവ ഇങ്ങനെയുള്ള മനുഷ്യൻ. ഇവിടെ ഈ മാനവ എന്നുള്ള പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ഒരാളെക്കുറിച്ചല്ല ഇവിടെ ഭഗവത്ഗീത പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ആത്മരതിയോ ആത്മതൃപ്തനോ ആയിത്തീർന്നാൽ അയാളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ എന്നേ ഉള്ളൂ. അയാൾ ഇന്ത്യയിലാവട്ടെ മറ്റേതെങ്കിലും രാജ്യത്താകട്ടെ, ഇന്ത്യയിലോ ഏതെങ്കിലും രാജ്യത്തോ ഏത് കുടുംബത്തിൽ ജനിച്ചയാളാവട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നയാളാവട്ടെ, ഏത് നിലവാരത്തിൽ ജീവിക്കുന്നയാളാവട്ടെ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. മാനവ അയാൾ മനുഷ്യനായിരുന്നാൽ മതി. അതാണ് പറയുന്നത് ആത്മരതി ആത്മതൃപ്ത ച മാനവ. അങ്ങനെയുള്ള മനുഷ്യൻ ആത്മനി ഏവച സന്തുഷ്ട. ബാഹ്യമായ എന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടൊക്കെയാണ് സാധാരണ മനുഷ്യൻ സന്തുഷ്ടനാവുന്നത്. കുറേ പണം കിട്ടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ സന്തുഷ്ടനാവുന്നത്. ഇവിടെ ഇയാൾ സന്തുഷ്ടനാകുന്നത് എങ്ങനെയാണ്? ആത്മജ്ഞാനം കൊണ്ടാണ്, ആത്മാവിനെ അറിയുന്നതിലൂടെയാണ്. അതാണ് ആത്മനി ഏവ സന്തുഷ്ട. ഈ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ഈ ക്ഷേത്രജ്ഞനെ, ആത്മാവിനെ, വ്യക്തി ആത്മാവിനെ അറിയുന്നതിലൂടെയാണ് ഇയാൾ സന്തുഷ്ടനാവുന്നത്. കാരണം അതാണ് അയാളുടെ ലക്ഷ്യം, അതാണ് ആത്മരതി. അതുപോലെ ഭക്ഷണം കൊണ്ടോ അങ്ങനെയൊന്നും അല്ല അയാൾ തൃപ്തനാകുന്നത്. പിന്നെ എങ്ങനെയാണ്? ഈ ആത്മാവിനെ അറിയുന്നതിലൂടെയാണ് അയാൾ തൃപ്തനാവുന്നത്. അതേപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ അയാൾ സന്തുഷ്ടനാവില്ല. അയാൾക്ക് സന്തുഷ്ടനാവണമെങ്കിൽ എന്ത് വേണം? ആത്മാവിനെ അനുഭവിക്കണം. ഇങ്ങനെ ഈ ആത്മജ്ഞാനം തന്നെ ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ നിത്യനായ ഈ ആത്മചൈതന്യത്തെ അനുഭവിക്കുക എന്നുള്ളത് തന്നെ ലക്ഷ്യം. അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് തസ്യ കാര്യം ന വിദ്യതേ. അയാൾക്ക് കാര്യമായി, കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായി, കർത്തവ്യമായി, ന വിദ്യതേ ഒന്നുമില്ല. അയാൾക്ക് കർത്തവ്യമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ചെയ്ത് നേടേണ്ടതല്ല ഈ ആത്മാവെന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്യാതിരുന്നാലും ഒക്കെ ഈ ആത്മാവ് എപ്പോഴും നിത്യനാണ്. ഒരേപോലെ എല്ലാത്തിലും നിറഞ്ഞ്, എല്ലാ സ്പേസിലും നിറഞ്ഞ് ഒരേപോലെ നിലനിൽക്കുന്ന നിത്യവസ്തുവാണ്. ആ നിത്യവസ്തു നമ്മുടെ കർമ്മത്തിനനുസരിച്ച് വളരുവോ അല്ലെങ്കിൽ കർമ്മം ചെയ്യാതിരുന്നാൽ തളരുവോ? ഒന്നും ചെയ്യില്ല. മറ്റ് വസ്തുക്കളൊക്കെ അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ധനം,
നമ്മൾ ആ ധനം വേണ്ട പോലെ സംരക്ഷിച്ചില്ലെങ്കിൽ ആ ധനം ഇല്ലാതെയായി പോകും. നല്ലപോലെ കഷ്ടപ്പെട്ടാൽ ആ ധനം വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ അറിവ്, പുസ്തകത്തിലും മറ്റും നമ്മൾ നേടുന്ന അറിവുണ്ടല്ലോ, നമ്മുടെ ഓർമ്മകളും മറ്റും, ഇതൊക്കെ നമ്മൾ ധാരാളം കഷ്ടപ്പെട്ട് നമ്മുടെ ഓർമ്മയൊക്കെ നിലനിർത്തിയാൽ നമുക്ക് ധാരാളം അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആത്മചൈതന്യത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതെപ്പോഴും ഒരുപോലെയാണ്, എപ്പോഴും പൂർണ്ണമാണത്. അതിനെ നമ്മൾ വളർത്തിയെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് തസ്യ, അങ്ങനെ ഒരാൾക്ക് ഇനി കർത്തവ്യമായി ഒന്നുമില്ല. കാരണം എന്താണ്? ഈ കർത്തവ്യമായി ഉള്ളത് എന്തെങ്കിലും നേടണം എന്നാഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. അങ്ങനെ നേടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേസമയം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ഒന്ന് ആത്മവിമർശനം ചെയ്യാം. എനിക്ക് നേടണം എന്നുണ്ടോ? എനിക്കൊരു ജോലി നേടണം എന്നുണ്ട്, എനിക്കൊരു വീട് വെക്കണം എന്നുണ്ട്, എനിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകാം. ഈ ആഗ്രഹങ്ങളുള്ള ആളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇയാൾക്കതൊന്നും ഇവിടെ പ്രശ്നമല്ല. അതാണ് ആത്മരതി. അയാളുടെ രതി എവിടെയാണ്? അയാളുടെ ഇഷ്ടം എന്തിലാണ്? ഈ ആത്മാനുഭവമാണ്. അയാളുടെ തൃപ്തി എവിടെയാണ്? ഈ ആത്മാനുഭവമാണ്. അതുപോലെ അയാൾക്ക് സന്തോഷം എവിടെയാണ്? ഈ ആത്മാനുഭവമാണ്. ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊന്നും തന്നെ ചെയ്യാനില്ല. ആ തസ്യ കാര്യം നവിദ്യതേ, അങ്ങനെയുള്ളവരല്ലാത്തവർക്ക് എല്ലാവർക്കും കർത്തവ്യമുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. അങ്ങനെ ആത്മരതിയായിട്ടുള്ളയാളാണോ ഞാൻ എന്ന് ഞാൻ നോക്കണം. ആത്മരതിയാണെങ്കിൽ എനിക്കിനി ഒരു കർത്തവ്യവും ഇല്ല. എൻ്റെ കർത്തവ്യങ്ങളൊക്കെ തീർന്നു. എനിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ എവിടെയെങ്കിലും പോയി ഞാൻ അവിടെ ഈ ആത്മരതി ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. പക്ഷേ അങ്ങനെയുള്ള ആത്മരതി ആയിട്ടില്ലാത്ത, തൃപ്തനായിട്ടില്ലാത്ത, അതുപോലെ ആത്മജ്ഞാനത്തിൽ സന്തുഷ്ടനാകാത്ത, ആത്മജ്ഞാനം കൊണ്ട് മാത്രം സന്തുഷ്ടനാകാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് കർത്തവ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കർമ്മയോഗ അനുഷ്ഠാനം കൊണ്ട് എൻ്റെ ഉള്ളിലെ ഈ പാപം അഥവാ നെഗറ്റീവായ ടെൻഡൻസീസ്, നെഗറ്റീവായ വാസനകൾ ഇല്ലാതാക്കി ആ സാധനയിലൂടെ ഞാൻ മുന്നേറേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടുത്തെ സൂചന. അങ്ങനെ ഈ ആത്മരതിയായിട്ടുള്ള, ആത്മതൃപ്തനായിട്ടുള്ള, ആത്മാവിൽ മാത്രം സന്തോഷിക്കുന്നവനായിട്ടുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നൈവ തസ്യ കൃതേനാർത്ഥോ, ആ കൃതേന അർത്ഥ, ആ ആൾക്ക് അയാളുടെ കർമ്മം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം എന്താണ്? അയാൾക്കൊന്നും കിട്ടാനില്ല. അയാൾ ഈ ആത്മാനുഭവം കൊണ്ട് തന്നെ, കർമ്മം കൊണ്ട് വർദ്ധിക്കുന്നതോ ഏതെങ്കിലും ദുഷ്കർമ്മം കൊണ്ട് ഇല്ലാതെയാവുന്നതോ ഒന്നുമല്ല ആത്മാവ്. ആത്മാവ് എപ്പോഴും പ്രകാശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ഒരു വിധത്തിലുള്ള കർമ്മവും ആവശ്യമില്ല. അതുകൊണ്ടാണ് ന ഏവ തസ്യ കൃതേന അർത്ഥഃ, ആ ആൾക്ക് കൃതേന അർത്ഥഃ ന ഏവ തസ്യ, അയാൾക്ക് കൃതേന അർത്ഥഃ, അയാളുടെ കർമ്മം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഇല്ല തന്നെ, അയാൾക്കില്ല. അതുപോലെ അകൃതേന കശ്ചന ന, ഇനി ചെയ്യാതിരുന്നാലോ? അതേസമയം മടി പിടിച്ച ആലസ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുഖമായി ഇങ്ങനെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് അയാളുടെ താല്പര്യം. ആത്മാവിലല്ല അയാളുടെ താല്പര്യം, സുഖമായി ഉറങ്ങുക എന്നുള്ളതിനാണ് അയാളുടെ താല്പര്യം. അങ്ങനെയെങ്കിൽ ഒരു കർമ്മവും ചെയ്യാതിരുന്ന അയാൾക്ക് പ്രയോജനമുണ്ട് അല്ലേ? അയാൾക്ക് സുഖമായി കിടന്നുറങ്ങാം. പക്ഷേ ഇവിടെ അങ്ങനെയും ഇയാൾക്ക് പ്രയോജനമില്ല. അതാണ് അകൃതേന കശ്ചന ന അർത്ഥ, അയാൾക്ക് അകൃതേന ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടും പ്രയോജനമില്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെ ആത്മരതിയായിട്ടുള്ളയാള് ലോകസംഗ്രഹത്തിനായി നിരന്തരം കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി അത് ജനകനെ പോലെയുള്ള മഹാരാജാക്കന്മാരെ ഉദാഹരണമായി അദ്ദേഹം ഇവിടെ പറയും. ജനക മഹാരാജാവും മറ്റും അങ്ങനെ യഥാർത്ഥത്തിൽ ആത്മജ്ഞാനിയാണെങ്കിൽ പോലും തൻ്റെ കർത്തവ്യം ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു
എന്നൊരു ഉദാഹരണം ഇനി പറയാൻ പോവുകയാണ്. അതായത് ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് കർമ്മം കൊണ്ട് സ്വയം അയാൾക്ക് വേണ്ടി ഒരു നേട്ടം ഉണ്ടാക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അയാൾ ആത്മാവിൽ അയാൾ തൃപ്തനാണ്. എന്നാൽ അയാൾക്ക് കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ടും പ്രയോജനമില്ല. അതാണ്. മാത്രമല്ല എന്നുവെച്ചാൽ അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയ, അർത്ഥവ്യപാശ്രയം അയാൾക്കില്ല. ഏതെങ്കിലും ഒരു കാര്യം കിട്ടാനായി ഒരാളെ പോയി സന്തോഷിപ്പിച്ച് അത് നേടുക, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോയി അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് അത് നേടുക, അങ്ങനെ അർത്ഥവ്യപാശ്രയം അയാൾക്ക് കിട്ടാനുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്, ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുക എന്നുള്ള ഒരവസ്ഥ അയാൾക്കില്ല. അതുകൊണ്ട് കശ്ചിത് അർത്ഥവ്യപാശ്രയ ന, അർത്ഥവ്യപാശ്രയം ഇല്ല അയാൾക്ക്. സർവഭൂതേഷു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവികളിലും നിന്നും അയാൾക്കൊന്നും തന്നെ കിട്ടാനില്ല. കാരണം ആത്മാവിനെ കിട്ടാൻ മറ്റൊന്നിനും അടുത്ത് പോകണ്ട, അല്ലേ? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒന്നാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. നമുക്ക് ഈ ആത്മാവിനെ അന്വേഷിച്ച് എവിടെയും പോകണ്ട. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ശാന്തമായി ഒന്നിരുന്ന് ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ആ ഒരു ചൈതന്യമാണ് ആത്മാവ്. അതുകൊണ്ട് ഈ ആത്മരതിയായിട്ടുള്ള, ആത്മതൃപ്തനായിട്ടുള്ള, ആത്മാവിൽ മാത്രം സന്തുഷ്ടനായിട്ടുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് കർമ്മം ചെയ്തിട്ടൊന്നും നേടാനില്ല. കർമ്മം ചെയ്യാതിരുന്നാലും ഒന്നും നേടാനില്ല. അയാൾക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി മറ്റൊരാളെ, മറ്റൊരു ജീവിയെ, മറ്റൊരു ഭൂതത്തെ പോയി അയാൾക്ക് ആശ്രയിക്കേണ്ടതില്ല. അയാൾ സർവതന്ത്ര സ്വതന്ത്രനാണ്. അതാണ് ഫ്രീഡം എന്ന് പറയുന്ന അവസ്ഥ. ഫ്രീഡം ഒരിക്കലും ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. എനിക്കിഷ്ടമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ പിടിയിലാണ് ആ ആള്, ഇന്ദ്രിയത്തിൻ്റെ പിടിയിലാണ്, ഇന്ദ്രിയത്തിൽ നിന്ന് ഫ്രീ അല്ല. അതേസമയം ഈ ആത്മചൈതന്യത്തിലാണ് ഒരാളുടെ താല്പര്യമെങ്കിൽ അയാൾ ഇന്ദ്രിയത്തിൻ്റെ പിടിയിൽ നിന്നും കൂടി ഫ്രീ ആയി. അയാൾ ഒന്നിൻ്റെയും പിടിയിലല്ല, പരിപൂർണമായും ഫ്രീ ആണ്. അത് ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത്, അഥവാ ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഒരാൾ സർവതന്ത്ര സ്വതന്ത്രനാവുകയാണ്. യാതൊന്നിനും, ഭഗവത്ഗീതയുടെ ഉൾപ്പെടെ ഒന്നിൻ്റെയും ഒരു പ്രേരണയിൽ അയാൾ പെടാതെ. അതാണ് ഭഗവത്ഗീതയുടെ ഉപദേശം മുഴുവൻ കഴിഞ്ഞിട്ട് അവസാനം ശ്രീ ഭഗവാൻ അർജുനനോട് പറയുന്നത്, നീ വിമർശ്യൈതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു എന്നാണ്. ഞാൻ ഈ പഠിപ്പിച്ചത് മുഴുവൻ നീ വിമർശനം ചെയ്യണം, നീ ഇങ്ങനെ വീണ്ടും വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യണം, നീ വീണ്ടും വീണ്ടും മനനം ചെയ്യണം, എന്നിട്ട് അത് ശരിയായി മനസ്സിലാക്കണം. അങ്ങനെ ശരിയായി മനസ്സിലാക്കിയിട്ട് നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, കാരണം പിന്നെ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നത് കറക്റ്റ് ആയിരിക്കും. അതാണ് കാരണം, അയാൾ ജ്ഞാനിയായി മാറുന്നു ശരിയായി ഭഗവത്ഗീത മനസ്സിലാക്കിയാൽ. അപ്പോൾ അയാൾ ഈ പറയുന്ന പോലെ അയാൾ ഈ ഒന്നിനും വേണ്ടി ഒന്നിനെയും ആശ്രയിക്കുന്ന ഒരാളാവില്ല. അപ്പോൾ അയാൾ പൂർണ്ണമായും സ്വതന്ത്രനാകും എന്നർത്ഥം. ഇത് നോക്കൂ, നമ്മൾ ഈ ഭഗവത്ഗീത കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വ്യക്തിക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ കർമ്മം തന്നെ കർമ്മയോഗമായി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ആത്മജ്ഞാനം നേടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ആൾക്ക് കർമ്മം തന്നെ ആവശ്യമില്ലാത്തതാകുന്നു. കാരണം ആഗ്രഹം ഉണ്ടെങ്കിലേ ഒരാൾ കർമ്മം ചെയ്യുള്ളൂ, ആഗ്രഹമില്ലെങ്കിൽ കർമ്മം ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ആഗ്രഹമില്ലെങ്കിലും ആത്മജ്ഞാനിയാകുന്ന ഒരു വ്യക്തി അസക്തനായി നിരന്തരം തൻ്റെ കർത്തവ്യം, താൻ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ അയാളുടെ കർത്തവ്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകം. ആ ശ്ലോകത്തിലേക്ക് നമുക്ക് അടുത്ത ഗീതാസവരിയയിൽ പ്രവേശിക്കാം. ഗീതാസവരിയയുടെ വരും എപ്പിസോഡുകളിലേക്കും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.